ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഷോർട്സ് ആണെങ്കിലും ലോങ് ആണെങ്കിലും ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ കുറച്ച് പ്രോബ്ലംസ്. അത് വിട് പോട്ടെ. അപ്പം ഇന്നോട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം കഴിയുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് അത്ത ഒന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചെറിയൊരു പൂക്കളൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്താലോ. എന്തായാലും വലിയ പൂക്കളൊന്നുമല്ല, ചെറിയ, അതായത് ഇതാ ഈ ഒരു റൗണ്ട്. ഇന്ന് ഞാനും അത്തപ്പൂക്കളം പോലെയൊക്കെയാണല്ലോ ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ചെറിയ റൗണ്ടിൽ ഒരു ചെറിയ പൂവ്, ഒറ്റ പൂ വെച്ചിട്ട് ഇടാം. അങ്ങനെയാണല്ലോ ശാസ്ത്രീയമായിട്ട്. പിന്നെ ഇന്നലെ വേറെ നല്ല വെയിലായിരുന്നു ഗൈസ്. ഇന്ന് നോക്കുമ്പോണ്ടല്ലോ തീരെ വെയിലില്ല. ഒന്ന് മൂടിക്കിടക്കും. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ? ഇവിടെ മൂടിക്കിടക്കുക കേട്ടോ. ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശം കൂടി ആയതുകൊണ്ട് മൂടിക്കിടക്കുക. അപ്പോൾ ചെറിയതായിട്ടൊന്ന് ചാറും കൂടി ചെയ്തു. അപ്പോൾ ഞാൻ പൂവൊന്നും പറിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് ഒരു പൂ അവിടെ എവിടെയും ഉണ്ട്, അത് പോയി പറിച്ച് ഇതാക്കണം. മഴയാണെങ്കിൽ എങ്ങനെ പോകും എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കാം. പിന്നെ ഈ മഴയുടെ കാര്യം നമ്മുടെ മറ്റേ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓണത്തിന് നല്ല മഴയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഐതിഹ്യം, സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് പൂ പറിക്കാൻ പോരുമോ അതിരാവിലെ ഒന്നുമില്ല കേട്ടോ, കുറച്ച് സമയം വൈകി. ഇവിടെ ഒരുത്തി അതിലും വലിയ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. അല്ലേ പി? ഹായ് ഹായ് സബ്സ്ക്രൈബേഷന് വന്നി, ഹായ് സബ്സ്ക്രൈബേഷന് വന്നി പറയടി ചെല്ലക്കുട്ടി. കണ്ടോ ഗേസ്, ഒരു വെയിലും ഇല്ല, ഒരു ഒന്നുമില്ല. നമുക്കിവിടെ ഒരു ചെറിയ രീതിയിൽ കണ്ടോ പൂപ്പി വന്നെല്ലാം വലിച്ചേരിട്ടോ ഒന്ന് തുടച്ചതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കതാ അവിടെയുള്ള ആ പൂ വെച്ച് നമുക്ക് പൂക്കളമിടാം. എവിടെയുണ്ട് പൂ നോക്കാം. നല്ല പണി കിട്ടി. നല്ല മഴ ഗൈസ്, നല്ല മഴ. കാണിച്ചാലേ മുടി ഫുള്ള് വായില്ല. വിട്. അപ്പം കൊച്ചിയും കൂടെ എന്തായാലും പോയി പൂ പറിക്കാൻ പറ്റുക. സത്യമായ ഞാൻ കുറച്ചും കൂടി നേരത്തെ എനിക്ക് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ പൂ പറിക്കുന്നൊക്കെ പെണ്ണ് കണ്ടോട്ടെ എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു ഞാൻ ലേറ്റ് ആയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിക്ക് പണി കിട്ടും അല്ലപ്പാ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവളെ കൊണ്ട് കിടത്തിയിട്ട് നോക്കാം. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് കൈ നിറങ്ങൂല, എവിടെയും കൊണ്ട് കിടത്താനും പറ്റൂല, നിൽക്കൂല. കണ്ടിട്ട് പോവാം. അതാരാ വരുന്നത്? അതവിടെ, അത് ഓട്ടോ മാമൻ പോകുന്നുണ്ട്. ഓട്ടോ മാമൻ പോയി. എനിക്ക് ഈ പൂക്കളൊക്കെ ഒരുക്കാൻ നേരത്തുണ്ടല്ലോ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സ്കൂളിൽ പൂക്കളൊക്കെ ഇടൂലേ, അതായിരിക്കും ഓർമ്മ വരുന്നത്. ഇന്ന് നമ്മുടെ ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് എന്തെങ്കിലും അടിപൊളിയായിട്ടൊരു പൂക്കൾ ഇടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. സ്കൂളിലെ പൂക്കള പരിപാടി അതൊക്കെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ അങ്ങനെ ഇടുക, ഓണസദ്യ ഉണ്ടാക്കുക അതൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറവാട്ടിലായിരുന്നു കേട്ടോ. അമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു, അവിടെ പൂക്കളൊക്കെ ഇടായിരുന്നു. ആദ്യം പൂ കൊണ്ട് ഇട്ട് തുടങ്ങി, പിന്നെ ഉപ്പിൽ കളറ് ചേർത്ത് അങ്ങനെ ഇട്ട് തുടങ്ങി. ആ അതൊക്കെ ഒരു കാലം. ഇന്നത്തെ നമ്മുടെ അത്തം 1-ൻ്റെ പൂക്കളിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരാൾ. ശുണ്ട്ര അവളുടെ കാര്യം പറഞ്ഞ അങ്ങനെ ഇത് കണ്ടോ. ആ പതിയെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ നൈസായിട്ടൊന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണം പോയി പണിയൊക്കെ ചെയ്യാൻ. അപ്പോൾ പതിയെ എണീക്കട്ടെ. ഇനി ഒരു കുന്നോളം പണി കിടപ്പുണ്ട്. ചോറും കറിയും തൊട്ട് എല്ലാം വയ്ക്കാനുണ്ട്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. മടിയും കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഉറങ്ങാനൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ പണി നടക്കുകയുള്ളൂ. അയ്യോ, ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതെല്ലാവർക്കും നടക്കുന്നതല്ലേ. പക്ഷെ എല്ലാവർക്കും നടക്കുന്നതാണ്, നമുക്കിതൊരു ഫസ്റ്റ് അനുഭവമാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ചടപടേന്ന് പറഞ്ഞ് ചെയ്യട്ടെ കേട്ടോ. എല്ലാം കൂടെ കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. അവൾ എണീക്കുന്നതിന് മുന്നേ പണി തീർക്കണമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ചേട്ടാ.